ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. മഴക്കെടുതിയിൽ വലഞ്ഞു മധ്യ കേരളം. തൃശൂരിൽ തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ നഗരം വെള്ളക്കെട്ടിലായി. താഴ്ന്ന പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഉയർന്നതോടെ വീടുകളിലും വെള്ളം കയറി. ചേലക്കര ആറ്റൂരിൽ മലവെള്ളപ്പാച്ചിലിൽ സംസ്ഥാന പാത മുങ്ങി. അശ്വിനി ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിലും വെള്ളം കയറി. രാവിലെ 7 മണിക്ക് തുടങ്ങി മണിക്കൂറുകൾ നീണ്ട മഴ തീരാ ദുരിതമാണ് തൃശൂരിൽ സൃഷ്ടിച്ചത്. അശ്വിനി ആശുപത്രിക്ക് സമീപം നിരവധി വീടുകളിൽ വെള്ളം കയറി. പിന്നീട് പോലീസ് എത്തി ആളുകളെ മാറ്റി പാർപ്പിച്ചു. മോളെയും കൊണ്ട് പോവാൻ നിൽക്കായിരുന്നു. അപ്പോഴാണ് പെട്ടെന്നാണ് ഇത് ഉണ്ടായത്. ആകെ മുങ്ങി. സാധനങ്ങൾ കയറ്റി വെക്കാനുള്ള സമയം പോലും ഇല്ല. അപ്പോഴേക്കിനും മുങ്ങി നിറഞ്ഞു ആകെ. എനിക്ക് പനിയായിട്ടിരിക്കുന്നു. ഞാൻ സ്കൂളിൽ പോയി അമ്മ ഇന്ന് ലീവ് എടുത്തപ്പോൾ ഇവിടെ ഇരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഞാൻ കിടന്നുറങ്ങുമ്പോൾ മഴ പെയ്തിട്ട് അമ്മ വിളിച്ചെനിപ്പിച്ച് വെള്ളം കയറി എന്ന് പറഞ്ഞു. നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ശങ്കരയ്യർ റോഡിലെ വീടുകളിലും അക്വാട്ടിക് ലൈനിലെ വീടുകളിലും വെള്ളം കയറി. പുത്തൂർ വെട്ടുകാട് ഏഴാങ്കല്ലിൽ വീടുകളിൽ വെള്ളം ഇരച്ചെത്തി. ചേർപ്പ് ഇക്കണ്ടവാര്യ റോഡ്, മണ്ണുത്തി, പൂങ്കുന്നം, ഹരിനഗർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും വെള്ളം കയറി. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ആറ്റൂർ കമ്പനിപ്പടി പ്രദേശത്ത് മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. അതിനിടെ തൃശൂർ നഗരത്തിൽ മാരാർ റോഡിൽ മഴയത്ത് ടാറിംഗ് ജോലികൾ നടത്തിയെന്നാരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. അത്രയും വലിയ മഴ പെയ്യുക തൃശ്ശൂർ ജില്ല കണ്ടതിൽ വെച്ച് ഈ കൊല്ലം ഏറ്റവും വലിയ മഴ പെയ്യുമ്പോൾ അതിരപ്പിള്ളിയിലും വാഴച്ചാലിലും വിനോദസഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. 24 തൃശൂർ. കനത്ത മഴയിൽ എറണാകുളം ജില്ലയിലും പലയിടത്തും വെള്ളക്കെട്ടാണ്. തൃപ്പൂണിത്തുറയിൽ വെള്ളം മൂടിയ ഒരു തോടിലേക്ക് കാർ വീണു. പാലക്കാട് അട്ടപ്പാടി ചുരത്തിൽ കനത്ത മഴയിൽ കല്ലും മണ്ണും റോഡിലേക്ക് ഒഴുകി ഗതാഗതം തടസ്സപ്പെട്ടു. ഇടുക്കിയിലെ വിനോദസഞ്ചാര മേഖലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എറണാകുളം പേട്ടയിൽ ഗൂഗിൾ മാപ്പ് നോക്കി വന്ന കാറാണ് തോട്ടിൽ വീണത്. തോടും കരയും തിരിച്ചറിയാനാകാത്ത വിധം വെള്ളം കയറിയതാണ് അപകടത്തിന് കാരണം. മണിക്കൂറുകൾ നീണ്ട നാട്ടുകാരുടെ ശ്രമഫലമായാണ് കാർ കരയ്ക്കു കയറ്റിയത്. ചെറിയൊരു വഴിയാണ്. ശരിക്കും റോഡ് ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നത്. റൈറ്റ് സൈഡിൽ റോഡായിട്ടില്ല. തോടും ചെറിയ ബൈക്ക് പോകുന്ന വഴിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഭാഗം അറിയാത്തവർ വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും തോട്ടിലേക്ക് വീഴും. ആ ഒരു അവസ്ഥയിലാണ് ഇവിടെ. എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളി ടോൾ ജംഗ്ഷൻ, കലൂർ കത്രിക്കടവ് റോഡ്, കലൂർ സ്റ്റേഡിയം ഉൾപ്പെടെ പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി. തൃപ്പൂണിത്തുറയിൽ വീടുകളിൽ വെള്ളം കയറി. പാലക്കാട് അട്ടപ്പാടി ചുരത്തിൽ മുക്കാലി, മന്തംപൊട്ടി മേഖലയിൽ മഴവെള്ളത്തോടൊപ്പം കല്ലും മണ്ണും റോഡിലേക്കൊഴുകി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്തിപ്പുഴ, നെല്ലിപ്പുഴ എന്നീ പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു. ഇടുക്കി ജില്ലയിലെ ജലസാഹസിക വിനോദങ്ങൾക്കും ഓഫ് റോഡ് ട്രക്കിങ്ങിനും നിയന്ത്രണം ഏർപ്പെടുത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. പാലക്കാട് വാണിയംകുളത്ത് പനയൂരിൽ മലവെള്ളപ്പാച്ചിലാണ്. എസ്റ്റേറ്റ് മേഖലയിൽ നിന്ന് വെള്ളം ജനവാസ മേഖലയിലേക്ക് കുത്തി ഒഴുകിയെത്തി ഉരുൾപൊട്ടിയെന്ന് നാട്ടുകാർ സംശയിക്കുന്നുണ്ട്. ജനങ്ങൾ പരിഭ്രാന്തരായി വീടുകളിൽ നിന്ന് ഇറങ്ങിയോടെ അവിടെ നിന്നുള്ള പ്രതികരണങ്ങളും ദൃശ്യങ്ങളും. വലിയ ശക്തമായ രീതിയിൽ മഴ പെയ്തതിൻ്റെ ഭാഗമായിട്ട് മഴവെള്ള പാച്ചിലുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള സ്ഫോടനം ശബ്ദം നാട്ടുകാർ കേട്ട് വീട്ടിൽ നിന്നും ഓടിയിറങ്ങിയ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നോക്കുമ്പോൾ ഒന്ന് പരിശോധിച്ചപ്പോൾ വലിയ രീതിയിലുള്ള മഴവെള്ള പാച്ചിലുണ്ടായിട്ടുണ്ട്. നമ്മളത് നിലവിൽ നമ്മുടെ റവന്യൂ അധികാരികളെ അറിയിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വന്ന് അത് ഒരു വലിയ സ്ഫോടന ശബ്ദം കേട്ടിട്ടുണ്ട്. അതെന്തോ പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെയുള്ള 7 കുടുംബങ്ങളാണ് നിലവിലുള്ളത്. അപ്പോൾ അവരെ ഒന്ന് പരിശോധിച്ചപ്പോൾ അവരുടെ വീടിൻ്റെ 4 സൈഡിലുള്ള മതിലുകളൊക്കെ ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള വെള്ളം വന്ന് കയറിയിട്ടുണ്ട്. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ചന്ദ്രൻ തോടിന് സമീപം റോഡിന് കുറുകെ മരം വീണു. നിരവധി വാഹനങ്ങൾ ഇരുവശങ്ങളിലുമായി കുടുങ്ങിക്കിടക്കുകയാണ്. സമീർ ബിൻ കരീം പാലക്കാട്ട് നിന്നും സുരേഷ് സജി തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകും. സമീർ, അതൊരു ഉരുൾപൊട്ടലാണോ? നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അതിന് സമാനമായ കാഴ്ചകളാണ്. വലിയ തോതിൽ വെള്ളം ഒഴുകി വരുന്നുണ്ട്. പെട്ടെന്ന് വെള്ളം വന്ന് നിറയുകയായിരുന്നു. മണ്ണൊലിപ്പ് ഒഴുകിപ്പോയതിൻ്റെ പാടുകളും അവിടെ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ഔദ്യോഗിക വിശദീകരണം? ആളുകളെയൊക്കെ അവിടുന്ന് ഇനിയും മാറ്റി താമസിപ്പിക്കേണ്ട സാഹചര്യമുണ്ടോ അവിടെ?
വിജയകുമാർ, നിലവിൽ അധികൃതരെത്തി പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് അത് ഉരുൾപൊട്ടലാണെന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരിക്കാത്ത വിവരം നമുക്ക് ലഭ്യമായിട്ടില്ല. ഇന്ന് രാവിലെ 11 മണിയോടുകൂടെയാണ് ഒറ്റപ്പാലത്തിനടുത്ത് വാണിയംകുളം പനയൂരിൽ ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരിക്കുന്നത്. 7ഓളം വീടുകളാണ് ഈ ഭാഗത്തുള്ളത് എന്നുള്ളതാണ്. ഈ വീടിന്റെ പ്രകോശത്തുള്ള എസ്റ്റേറ്റ് ഒരു മലയോര മേഖലയാണ്. ആ ഭാഗത്ത് നിന്നാണ് ശക്തമായ മഴയ്ക്കിടെ ഈ മലവെള്ളപ്പാച്ചിൽ താഴ്ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നത്. വീടിന്റെ പിൻഭാഗത്തേക്കും മുറ്റത്തേക്കും ഒക്കെയായി വലിയ രീതിയിലുള്ള കല്ലുകളും മണ്ണും ഒക്കെ തന്നെ ഒലിച്ച് ഇറങ്ങുകയായിരുന്നു. വെള്ളം തന്നെ കുത്തിയൊലിച്ച് വന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ മലക്ക് മുകൾ ഭാഗത്തു നിന്നും വലിയൊരു ശബ്ദം കേട്ടതായി നാട്ടുകാർ പറയുന്നുണ്ട്. ഒരു സ്ഫോടനം പോലത്തെ ഒരു ശബ്ദമാണ് കേട്ടത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇങ്ങനെ ഈ ശബ്ദം കേട്ട് പരിഭ്രാന്തരായി വീടുകൾക്കകത്തു നിന്നും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഓടി എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ നമ്മളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇവരൊക്കെ തന്നെ നിലവിൽ ഈ വീട് വിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രദേശത്ത് ശാന്തമായി മാറിയിരിക്കുകയാണ്. മലവെള്ളപ്പാച്ചിലൊക്കെ തന്നെ ഒരു ശമനം വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇത് വന്നിട്ടില്ല. നാട്ടുകാരൊക്കെ തന്നെ ഉരുൾപൊട്ടലാണ് എന്നുള്ള സംശയമാണ് പറയുന്നതെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ 3 വീടുകൾക്ക് കേടുപാടുകളുണ്ട്. 3 വീടുകളുടെ ചുറ്റുമതിലൊക്കെ തന്നെ ഇടിഞ്ഞു താഴ്ന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. മാത്രമല്ല മണ്ണും കല്ലുമെല്ലാം തന്നെ ഒലിച്ചിറങ്ങി അവയൊക്കെ തന്നെ ഇനി നീക്കം ചെയ്യേണ്ട ഒരു സ്ഥിതിഗതികളും ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട്. വിജയകുമാർ. യെസ്, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട് നിന്ന്. സൂരജ് സജീവ് തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, തൃശ്ശൂരിൽ വ്യാപകമായി വലിയ മഴ പെയ്യുകയാണ്. ഇപ്പോഴെന്താണ് സാഹചര്യം? ഈ ആളുകളും വാഹനങ്ങളും കുടുങ്ങിക്കിടക്കുന്ന മേഖലയുണ്ടല്ലോ ഇപ്പോൾ മലക്കപ്പാറ അതിരപ്പള്ളി റോഡിൽ, അവിടുത്തെ ആ റോഡ് ഗതാഗതം സാധാരണ നിലയിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിജയകുമാർ, തൃശ്ശൂരിൽ ഇപ്പോൾ മഴ ചെറിയ രീതിയിൽ വിട്ടുനിൽക്കുകയാണ്. പക്ഷെ മലയോര മേഖലകളിൽ മഴ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നഗരപ്രദേശത്തിൽ ഇപ്പോൾ ചെറിയ മഴയ്ക്ക് തോത് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നേരത്തെ വെള്ളം കയറിയ ഇടങ്ങളിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മലയോര മേഖലകളിൽ സ്ഥിതി സങ്കീർണമായി തന്നെ തുടരുകയാണ്. വൈകുന്നേരത്തോടു കൂടി വീണ്ടും മഴ ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ ദുരിതം ഇരട്ടിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതിനിടയിലാണ് മലക്കപ്പാറ അതിരപ്പള്ളി റോഡിൽ ഈ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നത്. ഏറെ നേരമായി ഈ മരം വീണ് നിരവധി വാഹനങ്ങൾ, അത് KSRTC ബസ് അടക്കമുള്ള വാഹനങ്ങളുണ്ട്, അവ കുടുങ്ങിക്കിടക്കുകയാണ്. മരം മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി വനംവകുപ്പിന്റെ സംഘം ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മരം മുറിച്ചു മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അരമണിക്കൂറിനുള്ളിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് വനംവകുപ്പ് അറിയിക്കുന്നത്. വിജയകുമാർ. യെസ്, സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിൽ നിന്ന് മഴ അല്പസമയം അല്ലെങ്കിൽ കുറച്ചു സമയമായി മഴ വിട്ടു നിൽക്കുന്നു. വലിയ മഴ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ പെയ്തതിൻ്റെ ഫലമായി മധ്യ കേരളത്തിലാകെ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. വെള്ളക്കെട്ടാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന കാലാവസ്ഥാ റിപ്പോർട്ടും സംസ്ഥാനത്ത് മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അതിൽ തന്നെ എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിൽ റെഡ് അലേർട്ട് തുടരുകയാണ്. നാളെയും കനത്ത മഴ, ഇന്നും നാളെയും കനത്ത മഴ എന്നുള്ളതാണ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, പാലക്കാട്, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ എറണാകുളം തൊട്ട് വടക്കോട്ട് കനത്ത മഴയാണ് നാളെയും കാലാവസ്ഥ മുന്നറിയിപ്പിൽ പ്രവചിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നും നാളെയും കനത്ത മഴ ഉണ്ടാകും. 2 ദിവസം കൂടി ഇതേ നിലയിൽ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഏറ്റവും ഒടുവിൽ വരുന്ന കാലാവസ്ഥാ ബുള്ളറ്റിനും വ്യക്തമാക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. സ്കൂൾ ക്ലാസ് മുറികളിലെ ബാക്ക് ബെഞ്ച് സങ്കല്പം ഒഴിവാക്കാൻ ആലോചനയുമായി വിദ്യാഭ്യാസ വകുപ്പ്. ക്ലാസുകൾ യു ഷേപ്പിലേക്ക് മാറ്റാൻ ആലോചിക്കുന്നു എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പഴഞ്ചൻ രീതികൾ മാറ്റി പുതിയ മാതൃക കണ്ടെത്താൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചെന്നും മന്ത്രി അറിയിച്ചു. ഒരു ബെഞ്ചിന് പുറകിൽ അടുത്ത ബെഞ്ച് എന്ന നിലയിലുള്ള ക്ലാസുകളുടെ ക്രമീകരണം മാറ്റാനാണ് സർക്കാർ ആലോചന. പകരം മുന്നിൽ നിന്ന് എല്ലാ കുട്ടികളെയും തുല്യ പരിഗണന ലഭിക്കുന്ന രീതിയിൽ യു ഷേപ്പിൽ ക്ലാസുകൾ ഒരുക്കാനാണ് ആലോചിക്കുന്നത്. നിലവിലെ രീതി വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസത്തെയും പഠനത്തെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. കുട്ടികൾക്ക് തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ഇപ്പോൾ ഉള്ള ബാക്ക് ബെഞ്ചേഴ്സ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് എങ്ങനെ ഉണ്ടാക്കാൻ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു യു റൗണ്ടിലായാൽ എന്താ, അങ്ങനെ ആയാൽ നമുക്ക് പിന്നെ ടീച്ചറിന് അങ്ങ് അറ്റം വരെ പോകുന്നതിന് വേണ്ടിയും എല്ലാ കുട്ടികൾക്കും അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയും കഴിയും. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രീതിക്ക് അനുയോജ്യമായ ഏറ്റവും മികച്ച മാതൃക കണ്ടെത്താൻ വിദഗ്ധരുടെ ഒരു സമിതി നിയോഗിക്കും. ഈ സമിതിയുടെ നിർദ്ദേശം പരിഗണിച്ച് മുന്നോട്ടു പോകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. കൂടുതൽ വിദ്യാർത്ഥികളുള്ള ക്ലാസ് മുറികളിൽ യു ഷേപ്പ് രീതി നടപ്പാക്കാൻ കഴിയില്ല എന്നും അഭിപ്രായമുണ്ട്. 24 തിരുവനന്തപുരം. പള്ളിപ്പുറത്തെ ദുരൂഹത.
ആലപ്പുഴ ചേർത്തലയിലെ തിരോധാന കേസുകളുടെ ചുരുളഴിക്കാൻ പോലീസ്. എന്നാൽ പ്രതി സെബാസ്റ്റ്യൻ അന്വേഷണത്തോട് സഹകരിക്കാത്തത് ക്രൈംബ്രാഞ്ചിന് വെല്ലുവിളിയാണ്. കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യനെ ശാസ്ത്രീയ ചോദ്യം ചെയ്യൽ നടത്തിയ ശേഷം തുടർ തെളിവെടുപ്പ് നടത്തും. ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയുടെ തിരോധാന കേസിൽ സെബാസ്റ്റ്യൻ അറസ്റ്റിലായതോടെയാണ് ബിന്ദു പത്മനാഭന്റെയും ഐഷയുടെയും തിരോധാനത്തിൽ വിവരങ്ങൾ പുറത്തുവന്നത്. 2006 2024 ഇടയിൽ 3 തിരോധാന കേസുകൾ. ഇന്നലെ പള്ളിപ്പുറത്തെ വീട്ടിൽ നടത്തിയ തെളിവെടുപ്പിൽ കൂടുതൽ അസ്ഥികഷ്ണങ്ങളും സ്ത്രീകൾ ഉപയോഗിക്കുന്ന ബാഗും ലഭിച്ചിരുന്നു. ഇവയും പുരയിടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച വെള്ളവും മണ്ണും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കണ്ടെത്തിയ അസ്ഥികഷ്ണങ്ങൾ DNA പരിശോധനയ്ക്കും അയച്ചു. എന്നാൽ ഇത് തിരോധാന കേസുകളിലെ മുന്നോട്ടുള്ള തുമ്പായി ക്രൈംബ്രാഞ്ച് വിലയിരുത്തുന്നില്ല. ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിൽ ചിരിയും മൗനവും മാത്രമാണ് സെബാസ്റ്റ്യന്റെ ഉത്തരം. ഇതോടെയാണ് ശാസ്ത്രീയ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കം. സെബാസ്റ്റ്യനെയും ഭാര്യയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. ഇത് പൂർത്തിയാക്കിയ ശേഷം ജൈനമ്മയുടെ ഫോൺ കണ്ടെത്താൻ പൂഞ്ഞാർ മേലുകാവിൽ തെളിവെടുപ്പ് നടത്തും. സെബാസ്റ്റ്യന്റെ കസ്റ്റഡി അവസാനിക്കും മുൻപ് കൂടുതൽ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം. 24 ആലപ്പുഴ. ചേർത്തലയിലെ തിരോധാന കേസുകളിൽ നിർണായക നീക്കവുമായി അന്വേഷണ സംഘം സെബാസ്റ്റ്യന്റെ ഭാര്യയെ ചോദ്യം ചെയ്യും. കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്താൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. റാഫി കരീം വിവരങ്ങൾ നൽകും കോട്ടയത്ത് നിന്ന്. റാഫി, എന്തൊക്കെയാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം? ഈ സെബാസ്റ്റ്യൻ എന്തായാലും ഈ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. അയാൾ വലിയ ആത്മവിശ്വാസത്തോടെ ചോദ്യം ചെയ്യലിൽ നിൽക്കുകയാണ്, ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. എന്താണ് ഇനിയും തുടർ നീക്കങ്ങൾ? ഈ ഭാര്യയിൽ നിന്ന് പ്രധാനപ്പെട്ട വിവരങ്ങൾ കിട്ടും എന്ന് അന്വേഷണ സംഘം കരുതുന്നുണ്ടോ? വിജയകുമാർ, തീർച്ചയായും നിർണായകമായൊരു നീക്കമാണ് ഭാര്യയെ ചോദ്യം ചെയ്യുന്നതിലൂടെ അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം സെബാസ്റ്റ്യനെ നിരന്തരമായി ചോദ്യം ചെയ്യുമ്പോഴും അന്വേഷണ സംഘത്തിന് സഹായിക്കാൻ കഴിയുന്ന ഒരു വിവരവും സെബാസ്റ്റ്യന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ 28-ാം തീയതി നടത്തിയ പരിശോധനയിലെ അസ്ഥിഭാഗങ്ങളുടെയും ഒപ്പം അതിനുശേഷം ലഭിച്ച ശാസ്ത്രീയ തെളിവുകളുടെയും ഇന്നലെ നടത്തിയ അസ്ഥിഭാഗങ്ങളുടെയും എല്ലാം വിവരങ്ങൾ വച്ചുകൊണ്ട് സെബാസ്റ്റ്യനെ അന്വേഷണ സംഘം ഇന്നലെയും ഇന്നും എല്ലാം ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മണിക്കൂറുകളോളം സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ അന്വേഷണത്തിന് സഹായകമാകുന്ന അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങളോട് സെബാസ്റ്റ്യൻ ഒരു തരത്തിലും പ്രതികരിക്കുന്നില്ല. പകരം അന്വേഷണത്തെ വഴിതിരിച്ചു വിടുന്ന രീതിയിലുള്ള മറുപടിയാണ് സെബാസ്റ്റ്യൻ നൽകുന്നത്. ഒപ്പം തന്നെ സെബാസ്റ്റ്യൻ പറയുന്ന പല മറുപടികളും ഈ അന്വേഷണ സംഘത്തിന്റെ കയ്യിലിരിക്കുന്ന വിവരങ്ങളുമായി ക്രോഡീകരിക്കുമ്പോൾ ഒരു തരത്തിലും യോജിക്കുന്നതുമല്ല. അതുകൊണ്ട് തന്നെയാണ് സെബാസ്റ്റ്യനിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ഭാര്യയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത്. ഈ ഭാര്യയെ സെബാസ്റ്റ്യനൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് അന്വേഷണ സംഘം പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. അതിലൂടെ ഈ കഴിഞ്ഞ 17 വർഷത്തെ വിവരങ്ങൾ, അതായത് 2008 സെബാസ്റ്റ്യന്റെ വിവാഹം നടക്കുന്നത്, അതിനുശേഷമുള്ള 17 വർഷത്തെ വിവരങ്ങൾ ഈ ഭാര്യയ്ക്കറിയാം. അന്വേഷണ സംഘത്തിനും വേണ്ടത് ഈ കാലയളവിലുള്ള വിവരങ്ങളാണ്. 2012-ലെയും 2020-ലെയും 2024-ലെയും വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് വേണം. ഈ വിവരങ്ങൾ ഭാര്യയെ ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേരുടെയും മൊഴിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ചോദ്യം ചെയ്യലിൽ ലഭിക്കുന്ന മറുപടിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഈ വ്യത്യാസങ്ങളിലൂടെ സെബാസ്റ്റ്യനെ ക്രാക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. അതിനാണ് സെബാസ്റ്റ്യനെയും ഭാര്യയെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ. ഇതിൽ പ്രധാനമായും അന്വേഷണ സംഘം ശ്രമിക്കുക ഈ കാലയളവിലെ ദിവസങ്ങൾ, അതായത് നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിൽ ലഭിച്ച ദിവസങ്ങൾ, ഈ സ്ത്രീകൾ കാണാതായ ദിവസങ്ങൾ, ഇവരുമായി സെബാസ്റ്റ്യൻ ബന്ധപ്പെട്ടു എന്ന് കരുതുന്ന ദിവസങ്ങൾ, ഇവർ തമ്മിൽ പരിചയമുണ്ടായിരുന്ന സമയത്തെ വിവരങ്ങൾ, അങ്ങനെ ദിവസങ്ങൾ മുൻനിർത്തി ഈ ദിവസങ്ങളിലെ സെബാസ്റ്റ്യന്റെ ആക്ടിവിറ്റി എന്താണ് എന്ന് കൃത്യമായി ചോദിച്ചറിയുകയായിരിക്കും അന്വേഷണ സംഘം. ആ ആക്ടിവിറ്റിയും സെബാസ്റ്റ്യൻ നൽകുന്ന മൊഴിയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് വലിയൊരു പ്രോസസ്സാണ് ഈ അന്വേഷണ സംഘം മുന്നോട്ട് വെക്കുന്നത്. ഈ സെബാസ്റ്റ്യനിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ അന്വേഷണ സംഘം മുന്നിൽ കാണുന്ന ഒരു മാർഗവും ഇത് തന്നെയാണ്. കാരണം നേരത്തെ പോലെ സെബാസ്റ്റ്യനോട് വിവരങ്ങൾ ചോദിച്ച് സെബാസ്റ്റ്യനിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ കൃത്യമായൊരു മറുപടി ലഭിക്കുമെന്ന് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ശ്രമങ്ങൾ നടത്തിയ അന്വേഷണ സംഘം പരാജയപ്പെട്ടതാണ്. പല വിവരങ്ങളും സെബാസ്റ്റ്യനിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടതുണ്ട്. നേരത്തെ ഫോൺ, CCTV ദൃശ്യങ്ങൾ സെബാസ്റ്റ്യനെ മുന്നിൽ അന്വേഷണ സംഘം നിർത്തിയിരുന്നു. അതിനുശേഷം ഇന്നലെയും അന്വേഷണ സംഘം നിർണായകമായ ഒരു നീക്കം നടത്തി. അതായത് സെബാസ്റ്റ്യനെ വീട്ടിലകത്തിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ സെബാസ്റ്റ്യനെ വീടിന് പുറത്ത് അന്വേഷണ സംഘം പരിശോധന നടത്തുന്നു. പല ഭാഗങ്ങളിലായി പരിശോധന നടത്തുന്നു. അങ്ങനെ സെബാസ്റ്റ്യനെ സമ്മർദ്ദത്തിലാക്കാൻ അന്വേഷണ സംഘം ശ്രമിച്ചു. അതിനുശേഷം സെബാസ്റ്റ്യനിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുമോ എന്ന് അന്വേഷണ സംഘം പരിശോധിച്ചു. എന്നാൽ ഇന്നലെ പോലും പ്രതിക്ക് ഒരു കൂസലും ഉണ്ടായിരുന്നില്ല. ഇന്നലെ പോലും അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങൾക്ക് സെബാസ്റ്റ്യൻ വ്യക്തമായ ഒരു മറുപടി നൽകിയില്ല. എന്നാൽ സെബാസ്റ്റ്യന് മുന്നിൽ വേറൊരു തരത്തിലുള്ള
തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളും ഉയർത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലിന് അന്വേഷണ സംഘത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കാരണം അതിശയിപ്പിക്കുന്ന ഒരു ആത്മവിശ്വാസമാണ് സെബാസ്റ്റ്യൻ ഈ കേസുകളിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ പ്രകടിപ്പിക്കുന്നത്. ഒപ്പം തന്നെ നിർണായകമായ തെളിവുകൾ ഇതിനോടകം ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സെബാസ്റ്റ്യന് ആത്മവിശ്വാസം പകരുന്നു. കാരണം സെബാസ്റ്റ്യന്റെ വീട്ടു പരിസരത്ത് നിന്ന് അസ്ഥികൾ അത് DNA പരിശോധന നടത്തി, ശാസ്ത്രീയ പരിശോധന നടത്തി, അതിന്റെ വിവരങ്ങൾ ലഭിച്ചതിന് ശേഷം സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്യുമ്പോഴും ശരി റാഫി, എന്തായാലും അതൊരു നിർണായക നീക്കം തന്നെയാണ്. കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്താനാണ് സെബാസ്റ്റ്യന്റെ ഭാര്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു പുഞ്ചിരിയും മൗനവും ഇത് മാത്രമാണ് ഈ സെബാസ്റ്റ്യൻ ചോദ്യങ്ങളോട് ഉള്ള പ്രതികരണ രീതി. അയാൾ ചിരിക്കും, പിന്നീട് മൗനം, അതിനപ്പുറത്തേക്കൊന്നും പറയുന്നില്ല. അത്തരമൊരു പ്രതിയെ മാനസികമായി ഒരു സമ്മർദ്ദത്തിലാക്കാൻ ഭാര്യയെ ഒപ്പം ഇരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്താൽ കഴിയുമെന്ന് ക്രൈംബ്രാഞ്ച് കരുതുന്നു, പ്രതീക്ഷിക്കുന്നു. അതാണ് ഇനി അടുത്ത മണിക്കൂറിൽ അവിടെ നടക്കാൻ പോകുന്നത്. റാഫി കരീമാണ് കോട്ടയത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾക്കെതിരായ കേസ് റദ്ദാക്കാൻ കോടതിയെ സമീപിക്കുന്നത് ആലോചനയിലില്ല എന്ന് റായ്പൂർ അതിരൂപത. പോലീസിന്റെ തുടർ നടപടി അറിഞ്ഞ ശേഷം ഹൈക്കോടതിയെ സമീപിച്ചാൽ മതി എന്നാണ് തീരുമാനം. അതേസമയം ബജ്റംഗ് ദൾ നേതാക്കൾക്കെതിരായ പെൺകുട്ടികളുടെ പരാതിയിൽ ഇതുവരെ കേസെടുത്തിട്ടില്ല. മതപരിവർത്തനം, മനുഷ്യക്കടത്ത് തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തെങ്കിലും തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയാണ് അന്വേഷണം. ദേശീയ അന്വേഷണ ഏജൻസിയുടെ കടന്നുവരവിലും വ്യക്തത വന്നിട്ടില്ല. ഒരു കേസ് NIA ഏറ്റെടുക്കണമെങ്കിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകണം. എന്നാൽ ഛത്തീസ്ഗഡ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അത്തരം നീക്കങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ സർക്കാരിനെ സമീപിച്ചിട്ടില്ല, സർക്കാർ ഞങ്ങളെയും സമീപിച്ചിട്ടില്ല. അത് കാരണം അതേപ്പറ്റി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതേസമയം ബജ്റംഗ് ദൾ പ്രവർത്തകർക്കെതിരെ 3 പെൺകുട്ടികൾ നൽകിയ പരാതിയിൽ പോലീസും കേസെടുത്തിട്ടില്ല. സർക്കാരിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് പോലീസ് കേസെടുക്കാത്തതെന്ന് CPI വിമർശിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് CPI പ്രവർത്തകർ നാളെ നാരായൺപൂരിൽ പ്രകടനം നടത്തും. ഛത്തീസ്ഗഡിൽ നിന്നും ജിജീന്ദ്രനൊപ്പം അജീഷ് ജയകുമാർ, 24. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ തള്ളി VHP ദേശീയ നേതൃത്വം. കന്യാസ്ത്രീകളെ സ്വീകരിക്കാൻ പോയത് BJPയുടെ നിലപാടല്ല എന്ന് VHP ദേശീയ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ സുരേന്ദ്ര ജെയിൻ പറഞ്ഞു. മതപരിവർത്തന ആരോപണം ആവർത്തിച്ച് ബസ്തർ റബി മഹേഷ് കശ്യപും രംഗത്തെത്തി. കന്യാസ്ത്രീകൾക്കൊപ്പമെന്ന് BJP സംസ്ഥാന നേതൃത്വം ആവർത്തിക്കുമ്പോൾ അതിനെ തള്ളുകയാണ് VHP ദേശീയ നേതൃത്വം. കന്യാസ്ത്രീകളെ സ്വീകരിക്കാൻ പോയത് BJPയുടെ നിലപാടല്ലെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തിപരമായി പോയതാകാമെന്നും VHP ദേശീയ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ സുരേന്ദ്ര ജെയിൻ. സഭകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ജുഡീഷ്യൽ കമ്മീഷൻ രൂപീകരിക്കണമെന്ന കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും. मुझे लगता है ये BJP से पूछना चाहिए, लेकिन BJP ने अपना स्टैंड क्लियर किया है. मुझे लगता है केरल के जिस व्यक्ति ने भी उनका स्वागत के लिए गया है वो व्यक्तिगत आधार पर गया होगा. पार्लियामेंट के अंदर BJP का स्टैंड बहुत क्लियर है. കന്യാസ്ത്രീകൾക്ക് മാവോയിസ്റ്റുകളുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നെന്ന് बस्तर MP महेश कश्यप. बस्तर के लोग मुद्दे को लेकर ज़्यादा राजनीति नहीं करेंगे तो ज़्यादा अच्छा होगा. अगर बस्तर के हित में चाहते हैं, बस्तर में आज माओवाद का समस्या है, नक्सलवाद का समस्या है, वहाँ गरीबी की समस्या, शिक्षा का समस्या है, तो इसके लिए चिंता करना चाहिए. കന്യാസ്ത്രീകൾ ചെയ്ത പ്രവൃത്തികളാണ് അവരെ കുഴപ്പത്തിലാക്കിയതെന്ന് BJP वक्ताव संजय श्रीवास्तव. कंप्लेंट आती है और कंप्लेंट के आधार पे पुलिस अपनी कार्रवाई करती है और न्यायालय ने उनको बेल दी है, जमानत दी है. तो मुझे लगता है कि BJP न्यायालय के आदेश पे विश्वास रखती है. लेकिन जिस तरीके से जो कंप्लेंट्स आई, पुलिस ने उस पर जाँच की, जो भी अपनी कार्रवाई की है. BJPക്ക് ഇക്കാര്യത്തിൽ ഒരു നിലപാട് മാത്രമാണ് ഉള്ളതെന്നും സഞ്ജയ് ശ്രീവാസ്തവ വിശദീകരിച്ചു. 24 ഡൽഹി. പാർട്ടിയുടെ ക്രൈസ്തവ നയതന്ത്രം പാളി എന്ന ഒരു വിഭാഗത്തിന്റെ വിമർശനത്തിന് പിന്നാലെ ക്രൈസ്തവ പിന്തുണ ആർജിക്കാൻ തീവ്ര നീക്കവുമായി BJP. ക്രൈസ്തവ മേലധ്യക്ഷന്മാരെയും ബിഷപ്പുമാരെയും സന്ദർശിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നടത്താനാണ് തീരുമാനം. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഔട്ട്റീച്ച് പ്രോഗ്രാമിന് സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജിനെ പാർട്ടി ചുമതലപ്പെടുത്തി. BJPയുടെ ക്രൈസ്തവ നയതന്ത്രം പാളി എന്ന ഒരു വിഭാഗത്തിന്റെ വിമർശനം ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിലെത്തിയതിനു പിന്നാലെ സംസ്ഥാനത്തു ക്രൈസ്തവ വിഭാഗങ്ങളെ അടുപ്പിച്ചു നിർത്താനുള്ള തിരക്കിട്ട ശ്രമം. കന്യാസ്ത്രീകളുടെ അറസ്റ്റും മോചനവുമായി ബന്ധപ്പെട്ട് BJP ചെയ്ത കാര്യങ്ങൾ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെയും ബിഷപ്പുമാരെയും സന്ദർശിച്ച് വിശദീകരിക്കും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജിനാണ് ചുമതല. ഷോൺ ജോർജ് ഇന്ന് കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ പ്രസിഡന്റ് കർദിനാൾ ബസേലിയോസ് ക്ലിമിസ് ബാവ, ലത്തീൻ അതിരൂപത വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേര എന്നിവരെ സന്ദർശിക്കും. ന്യൂനപക്ഷ വേട്ടയ്ക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും പൂർണ്ണ പിന്തുണയുള്ളപ്പോൾ
സോപ്പിട്ട് പോയി രക്ഷപ്പെടാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിമർശനം. ബജരംഗ് ഉൾപ്പെടെയുള്ള സംഘപരിവാർ വിഭാഗങ്ങൾ അതിശക്തിയായ രീതിയിലാണ് ഈ ന്യൂനപക്ഷ നേതൃത്വപരമായ പങ്കോടുകൂടി നയിക്കുന്നത്. അതിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും പൂർണ്ണമായ പിന്തുണയുണ്ട്. കേക്കെല്ലാമായിട്ട് പോയി രക്ഷപ്പെട്ടു പോകാം എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ധാരണ ഒന്നും പ്രാവർത്തികമാകാൻ പോകുന്നില്ല. കന്യാസ്ത്രീ വിഷയത്തിൽ കൂടിയാലോചന ഇല്ലാതെ എടുത്തുചാടിയതിൽ കടുത്ത അമർഷത്തിലാണ് V മുരളീധര MT രമേശ് വിഭാഗങ്ങൾ. അലക്സ് റാം മുഹമ്മദ് 24 തിരുവനന്തപുരം. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനിയുടെ പരസ്യ മദ്യപാനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും കേസെടുക്കാതെ പോലീസ്. നിയമോപദേശം തേടി എന്നാണ് വിശദീകരണം. കൊടിസുനിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കണ്ണൂർ SP-ക്ക് KSU പരാതി നൽകി. അതേസമയം കൊടിസുനിയുടെ മദ്യസഭയിൽ പ്രതികരിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തയ്യാറായതുമില്ല. മാഹി ഇരട്ടക്കൊലപാതക കേസിൽ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നതിനിടയിലായിരുന്നു പോലീസുകാർ നോക്കി നിൽക്കെ കൊടിസുനിയുടെ മദ്യസേവ. ദൃശ്യങ്ങൾ ഉൾപ്പെടെ തെളിവ് ലഭിച്ചിട്ടും കേസെടുക്കാത്തതിൽ പ്രതിഷേധമുയരുകയാണ്. പ്രതികൾക്ക് പ്രത്യേക ഇളവ് നൽകുന്നത് നിയമത്തെ അപമാനിക്കാനാണെന്ന് KSU ആരോപിച്ചു. നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് SP-ക്ക് KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി പരാതി നൽകി. എന്നാൽ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടിയിട്ടുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. DGP റവാഡ ചന്ദ്രശേഖർ ഇന്ന് ജില്ലയിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. കൊടിസുനിയുടെ മദ്യപാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയായേക്കും. അതേസമയം വിഷയത്തിൽ പ്രതികരിക്കാൻ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തയ്യാറായില്ല. 24 കണ്ണൂർ. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധം. ബീഹാർ വോട്ടർ പട്ടിക വിഷയം ഉയർത്തി ഇന്ത്യ സഖ്യം പാർലമെന്റ് കവാടത്തിൽ ധർണ നടത്തി. ലോക്സഭയിൽ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള നോട്ടീസുകൾ സ്പീക്കർ തള്ളിയതോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. വെള്ളിയാഴ്ച നടുത്തളത്തിലിറങ്ങിയ അംഗങ്ങളെ മാർഷലുകൾ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ രാജ്യസഭയിൽ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലുണ്ടായി. സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത് ജനാധിപത്യ വിരുദ്ധ നടപടിയെന്ന് ഭരണപക്ഷ നേതാവ് JP നദ്ദ കുറ്റപ്പെടുത്തി. രാജ്യസഭ നിയന്ത്രിക്കുന്നത് സ്പീക്കറാണോ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണോ എന്ന് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ചോദിച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇരുസഭകളും 2 മണിവരെ നിർത്തിവെച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ കേരളത്തിൽ നിന്നുള്ള UDF MPമാർ പാർലമെന്റിന് പുറത്ത് ഇന്നും പ്രതിഷേധിച്ചു. ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി ഉടൻ പുനഃസ്ഥാപിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ ഇന്ന് സുപ്രധാന പ്രഖ്യാപനമുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാനുള്ള NDA പാർലമെന്ററി പാർട്ടി യോഗത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം. ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രിയെ യോഗം അഭിനന്ദിച്ചു. പാർലമെന്റിൽ ചേർന്ന NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുപ്രധാനമായ തീരുമാനം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചത്. എന്താകും പ്രഖ്യാപനമെന്ന പ്രധാനമന്ത്രി സൂചനയൊന്നും നൽകിയില്ലെന്ന് യോഗത്തിൽ പങ്കെടുത്ത NDA അംഗങ്ങൾ പ്രതികരിച്ചു. ജമ്മു കശ്മീരിലെ അനുച്ഛേദം 370 റദ്ദാക്കിയതിന്റെ വാർഷിക ദിനത്തിൽ പൂർണ്ണ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടായേക്കുമെന്ന് നേരത്തെ അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷം സ്വന്തം കുഴി തോണ്ടുകയായിരുന്നുവെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. പാർലമെന്റിലെ ചർച്ചയിൽ പ്രതിപക്ഷം തകർന്നടിഞ്ഞുവെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. LK അദ്വാനിക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായെ പ്രധാനമന്ത്രി യോഗത്തിൽ അഭിനന്ദിച്ചു. 24 ഡൽഹി. ഇന്ത്യയുടെ ഭൂമി ചൈന കയ്യേറിയെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെയുള്ള സുപ്രീം കോടതിയുടെ വിമർശനത്തെ പ്രതിരോധിച്ച് ഇന്ത്യ മുന്നണി. കേന്ദ്ര സർക്കാർ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടേണ്ടത് പ്രതിപക്ഷ നേതാവിന്റെ ധാർമ്മിക കടമ എന്നാണ് മറുപടി. സുപ്രീം കോടതിയിൽ വിമർശനം BJP രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. രാഹുലിന്റെ പക്വതയില്ലായ്മ പുറത്തു വന്നു എന്നാണ് BJPയുടെ ആക്ഷേപം. ഇന്ത്യയുടെ ഭൂമി ചൈന കയ്യേറിയെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെ സുപ്രീം കോടതി നടത്തിയ വിമർശനം BJP രാഷ്ട്രീയ ആയുധമാക്കി. രാഹുൽ ഗാന്ധിയുടെ പക്വതയില്ലായ്മ പുറത്തുവന്നുവെന്നും അസത്യങ്ങൾ കോൺഗ്രസ് പാർട്ടി പ്രചരിപ്പിക്കുന്നുവെന്നും BJP കടന്നാക്രമിച്ചു. കോടതിക്ക് യഥാർത്ഥ ഇന്ത്യക്കാരനെ തീരുമാനിക്കാൻ കഴിയില്ലെന്നും രാഹുൽ ഗാന്ധി നിർവഹിച്ചത് അദ്ദേഹത്തിന്റെ കടമയാണെന്നും പ്രിയങ്ക ഗാന്ധിയുടെ മറുപടി. They do not decide who a true Indian is. And it is the job of the opposition leader. It is his duty to ask questions to challenge the government. And my brother would never say anything against the army. He holds the army in the highest respect. കോടതിയുടെ വിമർശനം ചർച്ചയായതോടെ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ മുന്നണി പൂർണ്ണ പിന്തുണ നൽകി.
അസാധാരണമായ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തുണ്ടായതെന്ന് ഇന്ത്യ മുന്നണി യോഗത്തിൽ എംപിമാർ. ദേശീയ താൽപ്പര്യമുള്ള വിഷയങ്ങളിൽ അഭിപ്രായം പറയേണ്ടത് പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്വമെന്നും രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകിക്കൊണ്ട് പ്രതിപക്ഷ എംപിമാർ യോഗത്തിൽ അറിയിച്ചു. പാർലമെന്റ് സമ്മേളനത്തിൽ കോൺഗ്രസിനെതിരെ വിഷയം രാഷ്ട്രീയായുധമാക്കാനാണ് BJPയുടെ നീക്കം. ഇന്ത്യയുടെ 2000 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ചൈന കയ്യേറി എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം. 24 ഡൽഹി. ഹൈക്കമാൻഡുമായുള്ള പുനഃസംഘടനാ ചർച്ചകൾക്ക് മുന്നോടിയായി ഡൽഹിയിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ പ്രത്യേക കൂടിക്കാഴ്ച. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉൾപ്പെടെയുള്ള നേതാക്കൾ കേരള ഹൗസിൽ യോഗം ചേർന്നു. കൊടിക്കുന്നിൽ സുരേഷും ബെന്നി ബെഹനാനും MK രാഘവനും പ്രത്യേകം ചർച്ച നടത്തിയതിനെക്കുറിച്ച് അറിയില്ല എന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പ്രതികരിച്ചു. അതൃപ്തി ഉണ്ടാകുമെന്ന് നന്നായിട്ടറിയാം, നിങ്ങൾ അങ്ങനെ പറയും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അതൃപ്തിക്കും ഇവിടെ പ്രശ്നമില്ല. ഞങ്ങൾ അതൊക്കെ പരിഹരിച്ചു. പിന്നെ സംശയം വല്ലതും ഉണ്ടോ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ എൻ്റെ വീട്ടിലൊന്നും നടന്നിട്ടില്ല. ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനം വേഗം ഉണ്ടാവും? തീർച്ചയായിട്ടും ഉണ്ടാവും. കണ്ണൂർ DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജിനെ മാറ്റേണ്ടതില്ല എന്ന് K സുധാകരൻ നിലപാടെടുത്തു. കേരളത്തിലെ നമ്പർ 1 DCC അധ്യക്ഷനാണ് കണ്ണൂരിലേത്. ശക്തമായി പ്രവർത്തിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തിയാൽ അത് മോശമായി ബാധിക്കുമെന്നും സുധാകരൻ പറഞ്ഞു. നല്ല ക്ലാസ്സാണ്. നമ്പർ 1 കേരളത്തിലെ. മാറ്റേണ്ടതില്ല. ഒരു മാറ്റാനും കാര്യമില്ല, മാറ്റേണ്ട ആവശ്യമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മാറ്റേണ്ടവരെ മാറ്റേണ്ട എന്ന് ശക്തമായി പ്രവർത്തിച്ചു പോകുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തിയാൽ it will affect badly in this election. വിവാദ പരാമർശത്തിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെ പിന്തുണച്ചും സദസ്സിൽ പ്രതിഷേധിച്ച പുഷ്പവതിയെ വിമർശിച്ചും ശ്രീകുമാരൻ തമ്പി. അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൽ തെറ്റില്ലെന്നും സംസാരിക്കുമ്പോൾ പുഷ്പവതി ഇടപെട്ടത് മര്യാദകേടാണെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. വിവാദ പരാമർശത്തിനെതിരെ CPIM-ഉം CPI-യും രംഗത്തെത്തി. ഫ്യൂഡൽ ജീർണതയുടെ ഭാഷാപരമായ ഉള്ളടക്കത്തോടു കൂടിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ സംസാരിച്ചതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജനാധിപത്യ സമൂഹത്തോടുള്ള ഏറ്റവും വലിയ നീതികേടാണതെന്നും MV ഗോവിന്ദൻ. അടൂർ ഗോപാലകൃഷ്ണൻ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഉറപ്പായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യം ഫ്യൂഡൽ ജീർണതയുടെ ഭാഷാപരമായ ഉള്ളടക്കത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെയുള്ള പലരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപയോഗിക്കുന്ന വാക്കുകളിൽ വകതിരിവ് വേണമെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K പ്രകാശ് ബാബു. അവരെ പോലെയൊക്കെയുള്ള ഉയർന്ന ആളുകൾ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു കരുതലും ജാഗ്രതയും ഉപയോഗിക്കുന്ന വാക്കുകളിൽ വേണ്ടത്ര ഒരു വകതിരിവ് കാണിക്കേണ്ടുന്നതായിരുന്നു. അതേസമയം അടൂർ ഗോപാലകൃഷ്ണനെ പിന്തുണച്ച ശ്രീകുമാരൻ തമ്പി രംഗത്തെത്തി. പരാമർശത്തെ സദസ്സിലെതിർത്ത കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ പുഷ്പവതിക്കും വിമർശനം. 1.5 കോടി രൂപ കൊടുക്കുന്ന ഒരു വ്യക്തി അതിനർഹനാണോ അല്ലെ അർഹയാണോ എന്ന് പരിശോധിക്കുന്നത് തെറ്റാണോ? അടൂർ ഗോപാലകൃഷ്ണൻ ദളിതയും വനിതകളെ അപമാനിച്ചു. അദ്ദേഹം എവിടെ അപമാനിച്ചത്? അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ അവരാരായാലും ആ പ്രസംഗം തടസ്സപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് തെറ്റാണ്. വിവാദ പരാമർശത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ സംവിധായകൻ ഡോക്ടർ ബിജുവും രംഗത്തു വന്നു. ആടിരക്തമുള്ളവർ മാത്രമേ സിനിമയെടുക്കാൻ പാടുള്ളൂ എന്നതാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ കാഴ്ചപ്പാടെന്ന് ഡോക്ടർ ബിജു കുറ്റപ്പെടുത്തി. 24 തിരുവനന്തപുരം. അതേസമയം അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പ്രസംഗത്തെ ന്യായീകരിച്ച് പട്ടികജാതി പട്ടിക വകുപ്പ് മന്ത്രി OR കേളു. SC/ST വിഭാഗത്തിന് പരിശീലനം വേണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. സർക്കാർ ഫണ്ട് ചെലവഴിക്കുമ്പോൾ സുതാര്യത വേണം. ആ വാക്ക് അങ്ങനെയാണ് തനിക്ക് മനസ്സിലായതെന്നും മന്ത്രി പറഞ്ഞു. SC/ST വിഭാഗത്തിന് ഒരു പരിശീലനം വേണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ സർക്കാർ ഫണ്ട് ചെലവഴിക്കുമ്പോൾ അത് കുറച്ച് സുതാര്യത വേണം എന്നും അദ്ദേഹം, ഇതാണ് അതിൻ്റെ ഒരു കണ്ടന്റ് കൃത്യമായിട്ടും അങ്ങനെയാണ്, ആ വാക്ക് അങ്ങനെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ ഒരു വല്ലാത്ത രീതിയിൽ കൊണ്ടുപോയി ഒരു കേരളത്തിലെ വിവാദം ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. സിനിമാ കോൺക്ലേവിൽ അടൂർ ഗോപാലകൃഷ്ണൻ പ്രകടിപ്പിച്ചത് വിഭ്രാന്തി എന്ന് KPMS നേതാവ് പുന്നല ശ്രീകുമാർ. അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ളവരെ സർക്കാർ പരിപാടികളിൽ പങ്കെടുപ്പിക്കരുത് എന്നും പുന്നല ശ്രീകുമാർ പറഞ്ഞു. ഫ്യൂഡൽ വരേണ്യ ചിന്തകളുടെ പുറന്തോടുകൾക്കുള്ളിൽ അധിവസിക്കുന്ന ഇത്തരം ആളുകളെ
ഇതുപോലെയുള്ള ചടങ്ങുകളിൽ, ഇതുപോലെയുള്ള അവസരങ്ങളിൽ ഗവൺമെൻറ് ഇനി ആനയിക്കരുത്, അവരെ ആ അവസരങ്ങളിലേക്ക് കൊണ്ടുവരരുത് എന്ന അഭിപ്രായമാണ് പങ്കുവയ്ക്കാനുള്ളത്. കേരളത്തിൻ്റെ പൊതുജീവിതത്തിലും അതുപോലെ തന്നെ സാംസ്കാരിക മണ്ഡലത്തിലും നടക്കുന്ന ജനാധിപത്യവൽക്കരണത്തെയും അതുപോലെ തന്നെ അതിൻ്റെ പുതിയ കാലത്തെ ചലനങ്ങളെയും അസഹിഷ്ണുതയോടുകൂടി കാണുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ വിഭ്രാന്തി കൂടിയാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. ജില്ലാ സമ്മേളനത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ CPI തിരുവനന്തപുരം ജില്ലാ ഘടകത്തിൽ ജാതി വിവാദമുണ്ടാക്കാൻ ലഘുലേഖ. പാർട്ടിയുടെയും സർക്കാരിന്റെയും പദവികളിലേക്ക് ഈഴവരെയും ദളിത് വിഭാഗങ്ങളെയും പരിഗണിക്കുന്നില്ല എന്നാണ് ആക്ഷേപം. സാമുദായിക സന്തുലനം പാലിച്ചില്ലെങ്കിൽ CPI കരയോഗം കമ്മിറ്റിയായി മാറും എന്നാണ് പ്രചരിക്കുന്ന ലഘുലേഖയിലെ പരിഹാസം. 24 ബ്രേക്ക്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറയായി കണക്കാക്കുന്ന അടിസ്ഥാന വിഭാഗങ്ങളെ സ്ഥാനമാനങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ട് പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിൽ നായർ വാഴ്ചയാണെന്നാണ് CPI ഗ്രൂപ്പുകൾ പ്രചരിക്കുന്ന ലഘുലേഖയിലെ ആക്ഷേപം. 65 അംഗങ്ങളുള്ള CPI തിരുവനന്തപുരം ജില്ലാ കൗൺസിലിലെ 35 അംഗങ്ങളും നായർ സമുദായത്തിൽ നിന്നുള്ളവരാണെന്നാണ് ലഘുലേഖയിലെ ആരോപണം. ജില്ലാ കൗൺസിലിലെ ഈഴവ പ്രാതിനിധ്യം 10-ൽ താഴെ മാത്രം. ജില്ലാ എക്സിക്യൂട്ടീവിലും നായർ മേധാവിത്വമാണെന്ന് ലഘുലേഖ ആരോപിക്കുന്നു. 18 അംഗ ജില്ലാ എക്സിക്യൂട്ടീവിലെ 11 പേരും നായന്മാരാണത്രേ. ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കൗൺസിൽ അംഗങ്ങളിലും 11 പേർ നായർ സമുദായത്തിൽ നിന്നുള്ളവരാണ്. സർക്കാർ പദവികളും നായർ വിഭാഗത്തിനായി സംവരണം ചെയ്തിട്ടുണ്ടോ എന്നും ലഘുലേഖ ചോദിക്കുന്നു. ജില്ലയിൽ നിന്നുള്ള മന്ത്രി, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ, PSC അംഗം, കർഷക കടാശ്വാസ കമ്മീഷൻ, വനിതാ കമ്മീഷൻ അംഗങ്ങൾ, മിൽമ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എല്ലാം നായന്മാരാണ്. ഇതിലെല്ലാം ഉപരിയായി പാർട്ടി ജില്ലാ സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും നായർ സമുദായക്കാരാണെന്നും ലഘുലേഖ ചൂണ്ടിക്കാട്ടുന്നു. ഈഴവ വിഭാഗത്തു നിന്നുള്ള C ദിവാകരനെയും KP ശങ്കരദാസിനെയും വെട്ടിമൂലക്കിരുത്തിയെന്നും ലഘുലേഖയിൽ ആക്ഷേപമുണ്ട്. ജില്ലയിൽ പാർട്ടി കെട്ടിപ്പടുത്തതും ത്യാഗങ്ങൾ സഹിച്ചതും ഈഴവ സമുദായമാണ്. നായർ സമുദായത്തിന് ഇതിലെന്ത് പങ്കാണെന്നും ലഘുലേഖ ചോദിക്കുന്നുണ്ട്. എന്തായാലും പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിൽ നായർ ആധിപത്യമാണെന്ന ആക്ഷേപം നാളെ മുതൽ ആരംഭിക്കുന്ന ജില്ലാ സമ്മേളനങ്ങളിൽ വലിയ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. നിർമ്മാണത്തിലിരുന്ന ആലപ്പുഴ മാവേലിക്കരയിലെ കീച്ചേരിക്കടവ് പാലം തകർന്നതിൽ അന്വേഷണം തുടങ്ങി. ഇന്നലെയുണ്ടായ അപകടത്തിൽ 2 പേർക്കാണ് ജീവൻ നഷ്ടമായത്. പൊതുമരാമത്ത് വകുപ്പിനെതിരെ വിമർശനവുമായി നാട്ടുകാരും രംഗത്തെത്തി. സിസ്റ്റത്തിന്റെ വീഴ്ചയിൽ ഒരമ്മയ്ക്ക് കൂടി മകന് നഷ്ടമായി. നിർമ്മാണത്തിലിരുന്ന കീച്ചേരിക്കടവ് പാലം തകർന്നു വീണ് മരിച്ച രാഘവ് കാർത്തിക്കിന്റെ അമ്മയുടെ കണ്ണീരിന് ആര് മറുപടി നൽകും? സഹോദരൻ അക്ഷയ്ക്കൊപ്പമാണ് രാഘവ പാലം നിർമ്മാണത്തിനെത്തിയത്. ഇവൻ വെള്ളത്തിൽ ഒഴുകി പോകുന്നത് കണ്ടുകൊണ്ടാണ് പുള്ളി രണ്ടാമത് വന്ന് ഇവനെ രക്ഷിക്കാൻ വേണ്ടി ഇവനെ പിടിച്ചു. അപ്പോൾ പുള്ളിയുടെ ചേട്ടനുണ്ടായിരുന്നു, ബിജു അണ്ണൻ. അപ്പോൾ പുള്ളിയും വന്ന് ഇവർ രണ്ടുപേരൂടെ വന്ന് അവനെ പിടിച്ച് പകുതി വരെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ കയറിട്ട് കൊടുത്തു. വലിച്ചു കയറ്റിയപ്പോൾ ഒരാളേ ഉള്ളൂ. ചെട്ടിക്കുളങ്ങര, ചെന്നിത്തല പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കീച്ചേരിക്കടവ് പാലത്തിന്റെ നിർമ്മാണം അശാസ്ത്രീയമെന്ന് പൊതുമരാമത്ത് അധികൃതരോട് നാട്ടുകാർ നേരത്തെ പറഞ്ഞിരുന്നു. അലൈൻമെന്റിലടക്കം പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് ആക്ഷേപം. ആദ്യം മുതൽ തന്നെ ഈ പാലം പണിയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ സുരക്ഷാ നടപടികളും സ്വീകരിക്കേണ്ടതാണ് ഈ പാലം പണി തുടങ്ങിയത്. ഇവിടുത്തെ നാട്ടുകാരത് പാലം പണിയുടെ അധികൃതരെ ബോധിപ്പിക്കുകയും അതിന്റെ സൂപ്പർവൈസേഴ്സിനെ കൃത്യമായി അറിയിപ്പിക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപകടത്തിൽ ഹരിപ്പാട് സ്വദേശി ബിനുവിനും ജീവൻ നഷ്ടമായിരുന്നു. അപകട കാരണം തേടി പൊതുമരാമത്ത് വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പിഴവുകൾ പരിഹരിച്ച ശേഷം മാത്രം നിർമ്മാണം തുടർന്നാൽ മതിയെന്നാണ് നാട്ടുകാരുടെ നിലപാട്. 24, ആലപ്പുഴ. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. കൊല്ലം പുനലൂരിൽ തീവണ്ടിയുടെ എഞ്ചിനിൽ തീപിടുത്തം. കൊല്ലം ചെന്നൈ എഗ്മോർ ട്രെയിനിന്റെ എഞ്ചിനിലാണ് തീപിടുത്തമുണ്ടായത്. ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടലിനെ തുടർന്ന് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സുജിത് സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും കൊല്ലത്തുനിന്ന്. സുജിത്ത്, എന്താണ് സംഭവിച്ചത്? എങ്ങനെ തീപിടിച്ചു എന്നതിൽ റെയിൽവേ വിശദീകരണം നൽകുന്നുണ്ടോ? വിജയകുമാർ, കൊല്ലത്ത് നിന്നും പുറപ്പെട്ട് ചെന്നൈ വരെ എത്തുന്ന കൊല്ലം ചെന്നൈ എഗ്മോർ ട്രെയിനാണ്. അത് പുനലൂരിലെത്തിയ ശേഷം പുനലൂരിലെത്തുമ്പോൾ ഈ ട്രെയിനിൻ്റെ ബാക്ക് സൈഡിൽ കൂടി ഒരു എഞ്ചിൻ ഘടിപ്പിക്കും. ആ എഞ്ചിൻ ഘടിപ്പിക്കുന്ന സമയത്താണ് എഞ്ചിനിൽ നിന്നും തീയും പുകയും ഉയർന്നത്. ഉടൻ തന്നെ സമയോചിതമായി അവിടുത്തെ ജീവനക്കാർ ഇടപെട്ടുകൊണ്ട് ആ തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ തകരാർ പരിഹരിച്ച് ട്രെയിൻ ചെന്നൈയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിജയകുമാർ. യെസ്,
സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത്. ജമ്മുകാശ്മീർ മുൻ ലഫ്റ്റനന്റ് ഗവർണർ സത്യപാൽ മാലിക് അന്തരിച്ചു. 79 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ദീർഘനാളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. ഡൽഹി ആർഎംഎൽ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് ബൽറാം, ദീർഘനാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം അല്ലേ? വിജയകുമാർ, അല്പസമയം മുമ്പാണ് ജമ്മു കശ്മീർ മുൻ ഗവർണർ സത്യപാൽ മാലിക് അന്തരിച്ചത്. അദ്ദേഹം കിഡ്നി രോഗബാധയെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു. ജൂൺ ആദ്യവാരമാണ് അദ്ദേഹത്തെ ആർഎംഎൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് അദ്ദേഹത്തിന്റെ നില മെച്ചപ്പെട്ടെങ്കിലും ജൂൺ 8-ന് ആരോഗ്യനില വീണ്ടും മോശമാവുകയും അദ്ദേഹത്തെ ICUവിലേക്ക് മാറ്റുകയുമായിരുന്നു. ദീർഘനാളായി അതിനെ തുടർന്ന് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ജമ്മു കശ്മീരിൽ അനുച്ഛേദം 370 റദ്ദാക്കുന്ന സമയത്ത് ജമ്മു കശ്മീരിലെ ഗവർണറായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു സത്യപാൽ മാലിക്. ജമ്മു കശ്മീരിലെ അനുച്ഛേദം 370 റദ്ദാക്കിയതിന്റെ 5ാം വാർഷിക ദിനത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അദ്ദേഹം ഈ നടപടിക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി പിന്നീട് രംഗത്തെത്തിയിരുന്നു. ജമ്മു കശ്മീരിൽ നിന്നും ഗോവയിലെ ലഫ്റ്റനന്റ് ഗവർണറായി മാറിയ അദ്ദേഹം പിന്നീട് മേഘാലയ ഗവർണറായും പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് പിന്നീട് കർഷക സമരത്തെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം നിലപാടെടുക്കുകയും കേന്ദ്ര സർക്കാരിന് അപ്രിയനായി മാറുകയും ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കടുത്ത വിമർശനങ്ങളും ആരോപണങ്ങളും അദ്ദേഹം പിന്നീട് ഉന്നയിച്ചിരുന്നു. കർഷകരെ പിന്തുണച്ചുകൊണ്ട് നിലപാടെടുത്ത ശേഷം പിന്നീട് ജമ്മു കശ്മീരിലെ ഉണ്ടായ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് മതിയായ സുരക്ഷ സൈനികർക്ക് നൽകിയില്ല എന്നും ഇതാണ് പുൽവാമ ഭീകരാക്രമണത്തിന് കാരണമായത് എന്നും മനഃപൂർവ്വമായ വീഴ്ച സംഭവിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. പിന്നീട് കീരു വൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ CBI കേസെടുക്കുകയും അന്വേഷണം പുരോഗമിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും അവസാനമായി അദ്ദേഹം തൻ്റെ എക്സിൽ പങ്കുവച്ച പോസ്റ്റിലും ഈ ആരോപണങ്ങളെ നിഷേധിച്ചുകൊണ്ട് തനിക്കെതിരെ നടക്കുന്നത് രാഷ്ട്രീയ പകപോക്കലാണെന്ന ആരോപണവും അദ്ദേഹം ഉന്നയിച്ചിരുന്നു. കൂടാതെ തൻ്റെ ആരോഗ്യനില മോശമാവുകയാണ് എന്നും തന്നെ ബന്ധപ്പെടേണ്ട നമ്പർ ഉൾപ്പെടെ അദ്ദേഹം എക്സിലൂടെ പങ്കുവച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം അല്പസമയം മുമ്പാണ് സ്ഥിരീകരിച്ചത്. വിജയകുമാർ. യെസ്, 2019 ഓഗസ്റ്റ് 5-നാണ് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത്. അതിൻ്റെ ഒരു വാർഷിക ദിവസമാണ് സത്യപാൽ മാലിക്കിൻ്റെ മരണം സംഭവിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കടുത്ത വിമർശകൻ എന്ന നിലയിലായിരുന്നു പിന്നീട് 2019-നൊക്കെ ശേഷം സത്യപാൽ മാലിക് വാർത്തകളിൽ നിറയുകയും ചെയ്ത്. കർഷക സമരത്തെ പിന്തുണച്ചിട്ടുണ്ട്. പുൽവാമ ആക്രമണവുമായി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തതാണ്. അങ്ങനെ ആ നിലയിൽ പ്രധാനമന്ത്രിയുടെ ഒരു വിമർശകനൊക്കെയായിരുന്നു അദ്ദേഹം ഇപ്പോൾ ആർഎംഎൽ ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചു. 79 വയസ്സായിരുന്നു. കഴിഞ്ഞ കുറച്ചു നാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു ആശുപത്രിയിൽ. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ 2 ജീവനക്കാർക്ക് സസ്പെൻഷൻ. സബ് ഗ്രൂപ്പ് ഓഫീസർ പുരുഷോത്തമൻ പോറ്റി, ജീവനക്കാരൻ മധു എന്നിവർക്കെതിരെയാണ് നടപടി. ജീവനക്കാരിയുടെ ലൈംഗിക അധിക്ഷേപ പരാതിയെക്കുറിച്ച് 24 വാർത്ത നൽകിയതിന് പിന്നാലെയാണ് നടപടി. സംഘടനാ പ്രവർത്തനത്തിനായി ഫണ്ട് പിരിവിനെത്തിയ ദേവസ്വം ബോർഡ് ജീവനക്കാരാണ് സഹപ്രവർത്തകയെ അപമാനിച്ചത്. പിരിവ് വാങ്ങി മടങ്ങിയ ജീവനക്കാരിൽ ഒരാളുടെ ഫോണിൽ നിന്ന് അബദ്ധത്തിൽ ജീവനക്കാരിക്ക് കോൾ പോയി. ഇതറിയാതെ ഇരുവരും ചേർന്ന് ജീവനക്കാരിക്കെതിരെ മോശമായി സംസാരിക്കുകയായിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് നൽകിയ പരാതി അന്വേഷിച്ച ആഭ്യന്തര വിജിലൻസ് ജീവനക്കാരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി കണ്ടെത്തി. ഈ റിപ്പോർട്ട് പരിഗണിച്ചാണ് അരുവിക്കര ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ പുരുഷോത്തമൻ പോറ്റി, ജീവനക്കാരൻ മധു എന്നിവരെ ദേവസ്വം കമ്മീഷണർ സസ്പെൻഡ് ചെയ്തത്. പരാതിക്കാരിയുടെ മൊഴിയും ഡിജിറ്റൽ തെളിവുകളും ശരിവച്ചാണ് നടപടി. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ മകനും നടനുമായ ഷാനവാസ് അന്തരിച്ചു. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഏറെ നാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസം ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് രാത്രി ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. വഴുതക്കാടുള്ള ഫ്ളാറ്റിൽ സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ നിന്ന് നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. വൈകുന്നേരം 5 മണിക്ക് പാളയം ജുമാ മസ്ജിദിൽ ഖബറടക്കം നടക്കും. 1981 ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങൾ എന്ന സിനിമയിലൂടെയാണ് ഷാനവാസ് മലയാള ചലച്ചിത്ര ലോകത്ത് അരങ്ങേറ്റം കുറിച്ചത്. മലയാളത്തിലും തമിഴിലുമായി 96 ചിത്രങ്ങളിൽ അദ്ദേഹം വേഷമിട്ടു. 2015 പുറത്തിറങ്ങിയ കുംഭസാരമാണ് അവസാന ചിത്രം.
പത്തനംതിട്ട റാന്നിയിൽ അധ്യാപികയുടെ ഭർത്താവ് ജീവനൊടുക്കിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇനിയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ പിരിച്ചുവിടുന്ന നടപടികളിലേക്ക് കടക്കും എന്ന് മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പ് നടപടിയെടുത്തത് മുഖം രക്ഷിക്കാൻ വേണ്ടിയെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രതികരണം. അധ്യാപികയ്ക്ക് ശമ്പള കുടിശ്ശിക നൽകാൻ വൈകിയതിന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ 3 ജീവനക്കാരെയാണ് സസ്പെൻഡ് ചെയ്തത്. 14 വർഷം ശമ്പളം കിട്ടാതിരുന്ന അധ്യാപികയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാർക്കെതിരെ കർശന മുന്നറിയിപ്പാണ് മന്ത്രി വി ശിവൻകുട്ടി നൽകിയത്. ഇനിയും ഇത്തരം സംഭവമുണ്ടായാൽ പിരിച്ചുവിടുന്ന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി. ഗൗരവമായ അന്വേഷണം നടത്തി കുറ്റം തെളിഞ്ഞാൽ ഈ ചട്ടത്തിൽ പറയുന്ന അനുസരിച്ച് ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ട് മാതൃക കാണിക്കേണ്ട നടപടി ഭാവിയിൽ നമ്മൾ എടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുക. മറ്റൊരു അധ്യാപികയെ സ്കൂളിൽ നിയമിക്കുക ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ ചില ജീവനക്കാരുടെ അജണ്ടയായിരുന്നുവെന്ന് മരിച്ച ഷിജു പിറ്റിയുടെ കുടുംബത്തിന്റെ ആരോപണം. മോൾ സർവീസിൽ കയറിയ കാലം മുതലേ ആ ഓഫീസിൽ നിന്നുള്ള വീഴ്ചകൾ കാരണമാണ് ഈ കേസും കാര്യങ്ങളും കോടതിയിലൊക്കെ പോകേണ്ടത്. അല്ലെ അത് നേരിട്ട് പോസ്റ്റ് ചെയ്ത് പോകേണ്ട ഒരു ജനറൽ പോസ്റ്റായിരുന്നു. മനഃപൂർവ്വം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് നടപടികൾ വൈകിപ്പിച്ചുവെന്നും ഇപ്പോൾ ബോധപൂർവം സ്കൂളിനുമേൽ കുറ്റം ചുമത്താൻ ശ്രമിക്കുകയാണെന്നും സ്കൂൾ മാനേജർ 24-നോട് പറഞ്ഞു. ഓരോ മുട്ടാത്തർക്കം പറഞ്ഞ് ഒന്ന് DO ഇല്ല, DO ഇപ്പം ചാർജ് എടുത്തേ ഉള്ളൂ, അല്ലെ PA അവധിയിലാണ് എന്ന് പറഞ്ഞ് ഓരോ മുട്ടാത്തർക്കം പറഞ്ഞ് ഞങ്ങളെ നടത്തുകയല്ലാതെ നടപടിക്രമങ്ങൾ മുമ്പോട്ട് പോയില്ല. വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി മുഖം രക്ഷിക്കാനാണെന്നും സ്കൂൾ മാനേജ്മെന്റ് ആരോപിച്ചു. 24 പത്തനംതിട്ട. ശരീരത്ത് വെള്ളം തെറിപ്പിച്ചത് ചോദ്യം ചെയ്ത വിദ്യാർത്ഥിയെ KSRTC സ്വിഫ്റ്റ് ഇടിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് പരാതി. ആലപ്പുഴ അരൂർ സ്വദേശി യദുകൃഷ്ണനാണ് പരാതി നൽകിയത്. ഇന്ന് രാവിലെ ഉണ്ടായ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. റോഡ് നിർമ്മാണം നടക്കുന്നിടത്ത് അമിത വേഗത്തിൽ KSRTC ബസ്സുകൾ ഓടുന്നത് പതിവ് സംഭവമാണ്. ധർമ്മസ്ഥലയിലെ നിഗൂഢതകൾ. മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ ധർമ്മസ്ഥലയിൽ മണ്ണുമാറ്റിയുള്ള പരിശോധന തുടരുകയാണ്. 11ാം സ്പോട്ടിലാണ് ഇന്ന് പരിശോധന നടക്കുന്നത്. അതേസമയം ഇന്നലെ കണ്ടെത്തിയ അധികം പഴക്കമില്ലാത്ത അസ്ഥികൂടത്തിൽ അന്വേഷണം ആര് നടത്തും എന്നതിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. മണ്ണുമാറ്റി പരിശോധനയുടെ 7ാം ദിനം ആരംഭിച്ചത് സ്പോട്ട് 11-ൽ നിന്ന്. ഇന്നലെ ഇവിടെ പരിശോധന നടത്താതെയാണ് SIT സംഘം മുൻപ് മാർക്ക് ചെയ്തിട്ടില്ലാത്ത സ്ഥലത്തേക്ക് പോയത്. റോഡിനോട് ചേർന്നുള്ള സ്പോട്ടായതിനാൽ തന്നെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ആഴത്തിൽ കുഴിച്ചു പരിശോധിക്കാനാകും. അതിനിടെ ഇന്നലെ കണ്ടെത്തിയത് തലയോട്ടിയുടെ ഭാഗവും എല്ലുകളുമാണെന്ന് വ്യക്തമായി. 50-നും 100-നും ഇടയിൽ എല്ലുകൾ ലഭിച്ചതായാണ് വിവരം. ഇതൊന്നിലധികം പേരുടേതാകാനാണ് സാധ്യത. അധികം പഴക്കമില്ലാത്ത അസ്ഥികൂടവും ലഭിച്ചിരുന്നു. ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയ കാലയളവിൽ മരിച്ചയാളുടെ അസ്ഥികൂടമല്ലാത്തതിനാൽ ഇതാരന്വേഷിക്കുമെന്നതിൽ ആശയക്കുഴപ്പമുണ്ട്. SIT സംഘം ഈ കേസ് മാത്രം ധർമ്മസ്ഥല പോലീസിന് കൈമാറിയേക്കും. കണക്കുപ്രകാരം 11 മുതലുള്ള 3 സ്പോട്ടുകൾ കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ മണ്ണുമാന്തി പരിശോധന ആദ്യഘട്ടത്തിൽ അവസാനിക്കേണ്ടതാണ്. പക്ഷേ ഇതിനിടയിൽ ഇനി സാക്ഷി മറ്റേതെങ്കിലും സ്പോട്ട് ചൂണ്ടിക്കാണിക്കുന്നോ എന്നുള്ളത് വ്യക്തമല്ല. ക്യാമറമാൻ രജീഷ് കരിവള്ളൂരിനൊപ്പം മുഹമ്മദ് റഹീസ്, 24 ധർമ്മസ്ഥല. നാടകീയ സംഭവവികാസങ്ങൾക്കൊടുവിൽ എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിൽ LDF-ന് ഭരണം നഷ്ടമായി. UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം 12-നെതിരെ 13 വോട്ടിന് പാസ്സായി. LDF വിമത അംഗം കലാരാജു UDF-ന് വോട്ട് ചെയ്തു. കഴിഞ്ഞ ജനുവരി 18-ന് ഇറങ്ങിയേറിയ നാടകീയ സംഭവങ്ങളുടെ ക്ലൈമാക്സിൽ കൂത്താട്ടുകുളം നഗരസഭയിൽ LDF-ന് ഭരണം നഷ്ടം. കനത്ത പോലീസ് കാവലിൽ അവിശ്വാസ പ്രമേയത്തിൽ വോട്ടെടുപ്പ്. വിപ്പ് ലഭിച്ചിട്ടില്ലെന്നും UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നും LDF വിമത കലാരാജു. ട്വിസ്റ്റുകൾ ഉണ്ടാകുമെന്ന് LDF. ഒടുവിൽ 13 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിശ്വാസ പ്രമേയം പാസായി. പരാജയം രുചിച്ചതിനു പിന്നാലെ ജനാധിപത്യത്തെ കശാപ്പു ചെയ്യുന്നുവെന്ന് LDF-ന്റെ ആരോപണം. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന കുതിരക്കച്ചവടമാണ് നടന്നിട്ടുള്ളത്. ഇതിന്റെ പുറകിൽ വൻ സാമ്പത്തിക ഇടപാടാണ് നടന്നിട്ടുള്ളത്. LDF ചോദിച്ചു വാങ്ങിയ പരാജയം 6 മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവത്തിന്റെ സ്വാഭാവിക പ്രതികരണമെന്ന കലാരാജു. പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചു എന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ആ സ്ത്രീയോട് ഇതുപോലെ ചെയ്താൽ ക്ഷമിക്കണം എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്റെ പ്രതികരണം ഇതാണ്. ഇവർ ചോദിച്ചു മേടിച്ച പരാജയമാണ്. വ്യക്തമായ ഭൂരിപക്ഷമുള്ള ചെയർമാൻ കൂത്താട്ടുകുളം ഭരിക്കുമെന്നും
ഭരണസ്തംഭനം എന്നത് ആരോപണം മാത്രമാണ് എന്നും UDFും. കൂത്താട്ടുകുളം നഗരസഭയ്ക്ക് ഈ അവിശ്വാസ പ്രമേയം വിജയിച്ചതോടുകൂടി ഭൂരിപക്ഷമുള്ള ഒരു ചെയർമാനെ ലഭിക്കും. 25 പേരുള്ള കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലിൽ 12 LDF കൗൺസിലർമാർ വോട്ടെടുപ്പിൽ വിട്ടുനിന്നു. വിമതയായ കലാരാജുവിനെയും സ്വതന്ത്രനെയും ഒപ്പം ചേർത്ത് UDF അട്ടിമറി നടത്തി. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിലും ട്വിസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. 24 തൊടുപുഴ. ലഹരി പരിശോധനയ്ക്കിടെ പോലീസിനെ ആക്രമിച്ച കേസിൽ കോഴിക്കോട് പിടിയിലായ PK ബുജൈർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന് പോലീസ്. പാസ്വേഡ് നൽകാത്തതിനാൽ ബുജൈറിന്റെ ഫോൺ ഫോറൻസിക് ലാബിലേക്ക് അയക്കാനാണ് തീരുമാനം. യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെ സഹോദരനാണ് PK ബുജൈർ. ലഹരി വിൽപ്പന നടത്തുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ പ്രകോപിതനായ ബുജൈർ സിവിൽ പോലീസ് ഓഫീസർ അജീഷിനെ മർദ്ദിക്കുകയായിരുന്നു. പോലീസിനെ ആക്രമിച്ചതിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമാണ് കേസ്. PK ബുജൈറും കഞ്ചാവ് കേസിലെ പ്രതി റിയാസും തമ്മിലെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട ചാറ്റുകൾ റിയാസിന്റെ ഫോണിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു. എന്നാൽ പാസ്വേഡ് ഉപയോഗിച്ച് ലോക്ക് ചെയ്ത ഫോൺ PK ബുജൈർ അന്വേഷണ സംഘത്തിന് തുറന്നു നൽകിയില്ല. അതിനാൽ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഫോൺ റീജിയണൽ ഫോറൻസിക് ലാബിൽ അയച്ച് പരിശോധിക്കാനാണ് പോലീസ് തീരുമാനം. റിയാസുമായി ബുജൈർ നടത്തിയ ചാറ്റുകൾ ഒറ്റത്തവണ മാത്രം കാണുന്ന തരത്തിലുള്ളതിനാൽ അവയും വീണ്ടെടുക്കാൻ ഈ പരിശോധനയിലൂടെ സാധിക്കും. അതേസമയം പ്രതി ജാമ്യം തേടി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. 24 കോഴിക്കോട്. സംസ്ഥാനത്ത് അംഗൻവാടി കുട്ടികൾക്ക് ബിരിയാണി വാഗ്ദാനങ്ങളിൽ മാത്രം. മന്ത്രി വീണ ജോർജ് മെനു പരിഷ്കരിച്ച് പ്രഖ്യാപനം നടത്തി 2 മാസം കഴിഞ്ഞിട്ടും കുട്ടികൾക്ക് ബിരിയാണി ലഭിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച ഒരു ഉത്തരവും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ജീവനക്കാർക്ക് ട്രെയിനിങ് നൽകി ഉടൻ ഭക്ഷണം വിതരണം ചെയ്യാനുള്ള നടപടിയെടുക്കും എന്ന് മന്ത്രിയുടെ ഓഫീസ് ഇപ്പോഴറിയിക്കുന്നു. അംഗനവാടിയിലെ കുരുന്നുകൾക്ക് ബിരിയാണി വിളമ്പുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനം ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും ഏറ്റെടുത്തത്. പക്ഷേ പ്രഖ്യാപനം നടത്തി 2 മാസം കഴിഞ്ഞിട്ടും ഇതുവരെയും ബിരിയാണി വിളമ്പാനായിട്ടില്ല. അംഗനവാടി കുട്ടികൾക്ക് പോഷകാഹാരം ലഭ്യമാകുന്നതിന് വേണ്ടിയാണ് ഏകീകൃത മെനു പ്രഖ്യാപിച്ചത്. അതിൽ പ്രധാനം ബിരിയാണി. ശംഖുവിന്റെ അഭ്യർത്ഥന മാനിച്ച മന്ത്രി പ്രഖ്യാപിച്ച ബിരിയാണി ഇതുവരെയും ലഭിച്ചില്ല. ഇതു സംബന്ധിച്ച ഒരു ഉത്തരവ് പോലും ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിട്ടുമില്ല. ശംഖുവിന്റെ അഭ്യർത്ഥന പ്രകാരം എല്ലാ അംഗൻവാടികളിലും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നുവരെ നമ്മുടെ അംഗൻവാടികളൊന്നും ഇത് പ്രാവർത്തികമായിട്ടില്ല. ഇത് പത്രവാർത്തയും മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതുകൊണ്ട് പിന്നെ രക്ഷകർത്താക്കളും വന്ന് ചോദിക്കുന്നുണ്ട് നമ്മളോട്. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ കുറച്ചുപേര് ഇത് കാണുന്നവരാണ്. പിന്നെ രക്ഷകർത്താക്കൾ ചോദിക്കുമ്പോൾ അവരും പറയും ഞങ്ങൾക്ക് ബിരിയാണി വേണം. പക്ഷെ ഞങ്ങള് ഈ അംഗൻവാടി ടീച്ചർമാര് എന്ത് ചെയ്യാനാണ്? നിലവിലെ ഫണ്ട് ഉപയോഗിച്ച് കുട്ടികൾക്ക് ബിരിയാണി വിളമ്പാനാകില്ലെന്നാണ് അംഗനവാടി ജീവനക്കാരും പറയുന്നത്. മെനു പ്രഖ്യാപിച്ചു എന്നുള്ളതല്ലാതെ നമ്മൾക്ക് അതിന് വേണ്ടി ഒരു ഫണ്ടോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ഇപ്പം ഒരു കുട്ടിക്ക് 5 രൂപയാണ് കിട്ടുന്നത്. അത് മുൻപേ അങ്ങനെ തന്നെയായിരുന്നു. ഇതിനെ കൊണ്ട് ഞങ്ങൾ എങ്ങനെ ഇപ്പം തന്നെ കഴിപ്പിച്ചു കൊണ്ടുപോകുന്നു പറഞ്ഞാൽ ശമ്പളത്തിന് മിക്കവാറും ഞങ്ങൾക്ക് ആടെ ചെലവഴിക്കാനേ ഉള്ളൂ. ജീവനക്കാർക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പ്രത്യേക പരിശീലനം നൽകിയ ശേഷം ഉടൻ വിതരണം ചെയ്യുമെന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് പറയുന്നത്. മന്ത്രിയോടും വകുപ്പുദ്യോഗസ്ഥരോടും അംഗനവാടി ജീവനക്കാർക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതുകൂടി കേൾക്കണം. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് റേഷൻ അരി ഒന്ന് മാറ്റി തന്നാൽ മതിയായിരുന്നു. ഈ റേഷൻ അരി അതൊന്ന് മാറ്റി കിട്ടിയാൽ മതിയായിരുന്നു. കേരളത്തിലെ എല്ലാ അംഗൻവാടികളിലും ഇതാ. മന്ത്രിയുടെ പ്രഖ്യാപനം വന്നതിന് ശേഷം കുട്ടികൾ ബിരിയാണി ചോദിച്ചു തുടങ്ങി. പക്ഷേ വിവിധ സംഘടനകളെ കൊണ്ട് ബിരിയാണി അടക്കമുള്ള ഭക്ഷണം വാങ്ങി നൽകുകയേ നിവർത്തിയുള്ളൂ അംഗനവാടി ജീവനക്കാർക്ക്. റിനു ശ്രീധർ, 24 തിരുവനന്തപുരം. ഈ വിഷയത്തിൽ മന്ത്രി വീണ ജോർജിന്റെ പുതിയ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. അംഗൻവാടിയിൽ ലഭ്യമായ സാധനങ്ങൾ ഉപയോഗിച്ചാണ് പുതിയ മെനു തയ്യാറാക്കുന്നത് എന്നാണ് മന്ത്രി പറയുന്നത്. കൂട്ടായ പ്രവർത്തനമാണിത്, ചരിത്രത്തിൽ രേഖപ്പെടുത്തും. ഈ ദൗത്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളെയും പങ്കാളിയാക്കുമെന്നൊക്കെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പുതിയ പ്രതികരണം. ഇന്നിവിടെ 14 ജില്ലകളും 7 ജില്ലകൾ ബിരിയാണിയും 7 ജില്ലകൾ പുലാവും തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. വളരെ കളർഫുള്ളായി വളരെ വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം കൂടിയാണ്. ചില വിമർശനങ്ങൾ നമ്മൾ കേട്ടു. ഈ അരി കൊണ്ടാണോ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുന്നത്? ഈ അരി കൊണ്ടാണോ നിങ്ങൾ പുലാവ് ഉണ്ടാക്കുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അനാവശ്യമായിട്ടുള്ള അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉയർന്നു വരും. പക്ഷെ ഒരു ടീമായി നിന്ന് നിങ്ങളെല്ലാവരും എത്ര സ്നേഹത്തോടെ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി എടുക്കുന്ന ഈ എഫേർട്ട് അത് തീർച്ചയായിട്ടും പ്രത്യേകമായിട്ട്
ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദിക്കുന്നു. പ്ലൈവുഡ് ആൻഡ് അലൈഡ് പ്രോഡക്റ്റ് ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ക്വാളിറ്റി വുഡ് PPL സീസൺ 2 ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കം. രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. പവർ ഫുഡ് സ്ട്രൈക്കേഴ്സ്, ബസ്വുഡ് കിങ്സ്, ന്യൂ മെക്ക ലെജൻഡ്, ഗ്രീൻ ലാം യുണൈറ്റഡ് എന്നീ ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. 4 ടീമുകളാണ് മത്സരത്തിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ടീമുകൾ ഫൈനലിൽ ഏറ്റുമുട്ടി. മത്സരത്തിൽ പവർ വുഡ് ടീം ചാമ്പ്യന്മാരായി. വൈകിട്ട് നടന്ന സമ്മാനദാനം വിജയികളായ ടീമുകൾക്ക് എവറോളിംഗ് ട്രോഫി നൽകി. ഇപ്പോഴത്തെ കാലാവസ്ഥ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.